ശരി ശ്രീകുമാർ, ശ്രീ ജയേന്ദ്രൻ മറുപടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇത് ജി സുധാകരനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും നമ്മളങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ വലിച്ചഴിക്കാൻ പാടില്ല എന്നൊരു നിലപാട് ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ആൾക്കാർ കാണാൻ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദൻ മാഷും CS സുജാതയും ആർ നാസറും ഒക്കെ ഈ അസുഖമായ സമയത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജി സുധാകരനെ കാണാൻ വന്നു. MA ബേബി വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് PK ബഷീർ MLA, എന്നെ നെല്ലിക്കുന്ന് വേറൊരു MLA അവർ വന്ന് കണ്ടു. അത് വ്യക്തിബന്ധങ്ങളുടെ കാര്യം താല്പര്യമൊക്കെ ഉണ്ടോ അതിൻ്റെ അകത്ത്? അതിപ്പോ പിന്നെ സ്മൃതി തന്നെ പറഞ്ഞതുപോലെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനവുമായി ബന്ധപ്പെടുത്തി മാത്രമല്ല, സുധാകരൻ എന്ന ഈ രാഷ്ട്രീയ നേതാവിന്റെ അസ്തിത്വം ചെയ്യാൻ നടക്കേണ്ടത്. അതങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഞാനതുകൊണ്ടാണ് KV തോമസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി മുതൽ ബാക്കി എല്ലാവരും, മുഖ്യമന്ത്രി വന്നില്ല, ബാക്കി എല്ലാവരും നേരിട്ട് വരികയോടെ ചെയ്തു. മുഖ്യമന്ത്രി ഫോണിലാണ് അന്വേഷിച്ചത്. അങ്ങനൊരു കക്ഷിയെക്കുറിച്ച് സ്മൃതി എന്നോട് ചോദിക്കുകയാണ്, KV തോമസ് അങ്ങനെ പറഞ്ഞല്ലോ, എങ്ങനെ അതിൻ്റെ അകത്ത് എനിക്ക് വൈകാരികമല്ലാതെ പ്രതികരിക്കാൻ പറ്റുന്നു സ്മൃതി? അത് ശരിയായൊരു അഭിപ്രായം അദ്ദേഹത്തെ പോലൊരാള് അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നതില്ല, ഈ തോമസ് മാഷെ പോലൊരാള്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ആരും ആയിക്കോട്ടെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെ ആ നിലപാട്. ശരി ശ്രീജേന്ദ്രൻ, എന്തായാലും ആലപ്പുഴയിലെ വിഭാഗീയതയിൽ ഇപ്പോൾ ജി സുധാകരന്റെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതും താങ്കൾക്കും അറിയാവുന്നതാണ്. ഈ ചർച്ചകളിലേക്കൊക്കെ നയിച്ച കാര്യങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളൊക്കെ എന്തിന്റെ സൂചനയാണെന്നുള്ളതും താങ്കൾക്കറിയാവുന്നതാണ്. നമുക്ക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.